കില്ലാടികളെ നമ്മുടെ സ്വന്തം വില്ലേജ് കുക്കിംഗ് ചാനൽ നമ്മുടെ ഫിറോസിക്ക കില്ലാടല്ലേ. ഫിറോസിക്കാൻ അറിയോ പാലക്കാടിലെ ചുറ്റിപ്പാറിൽ എന്താണ്ടാ രതീശ് എന്നൊക്കെ പറഞ്ഞ ഫിറോസിക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കിംഗ് കൊണ്ട് മായാജാലം തീർക്കുന്ന ഒരു വ്യക്തി. എന്ന് വെച്ചാൽ വലിയ വലിയ സാധനങ്ങൾ പോത്ത് മുതൽ ഇനിയിപ്പോ കുക്ക് ചെയ്യാൻ പുള്ളിക്കാരൻ വേറെ ഒന്നുമില്ല കേരളത്തിൽ. ഇനിയിപ്പോ വെക്കാനായിട്ട് ഒന്നുമില്ല. ഇപ്പൊ ദുബായിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഫിറോസിക്ക. അപ്പൊ ഫിറോസിക്ക ഇന്നലെ ഒരു ലൈവിൽ വന്നിട്ടുണ്ടായി യൂട്യൂബിൽ. ഞാൻ പെട്ടെന്ന് നടന്ന സംഭവം ഇനിയിപ്പോ ഫിറോസിക്ക സാധാരണ ലൈവിൽ വരാത്താണ് ഇല്ലടല്ലേ. ക്യാപ്ഷൻ നോക്കിയപ്പോ എന്നെ ശരിക്കും ഞെട്ടിച്ചില്ലടല്ലേ. ഞാൻ യൂട്യൂബ് നിർത്തുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്പോട്ടിൽ ലൈവിൽ കയറി. പക്ഷെ ലൈവ് ഇല്ലാതെ എനിക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ചെറിയൊരു എനിക്കൊരു പ്രശ്നം വന്ന് ഞാൻ പുറത്തിറങ്ങിപ്പോയി. ലൈവ് എൻഡ് ചെയ്ത ശേഷം പിന്നെ ഞാൻ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ലൈവ് കാണുന്നത്. ഫിറോസിക്ക് പറയുന്നുണ്ട് ഞാൻ യൂട്യൂബ് നിർത്തുന്നു പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ കമന്റ് സെക്ഷൻ നോക്കി. ഫിറോസിക്ക് അത് നോർമലി ഹാൻഡിൽ ചെയ്ത് എങ്ങനെ ലൈവ് കൊണ്ടുപോയിട്ടില്ലാടല്ലേ, പ്രശ്നമില്ലാത്ത രീതിയിൽ. അപ്പൊ നോർമലി ലൈവിൽ എന്താ പറഞ്ഞാൽ സൂപ്പർ ചാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ആരൊക്കെ പൈസയൊക്കെ ഫിറോസിക്ക് അയച്ചു കൊടുക്കുന്നുണ്ടാവും. ഫിറോസിക്ക് പറയുന്നത് പൈസ ഒന്നും വേണ്ട, നമ്മൾ പൈസ ഒന്നും പ്രതീക്ഷയല്ല ഈ പരിപാടി ചെയ്യുന്നത്, നമ്മൾ നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പൊ ലൈവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ്ലി പീപ്പിളായിട്ട് ഇന്ററാക്ട് ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കുന്നു, അവർക്ക് പറയാനുള്ള അഭിപ്രായം അവർ തിരിച്ചു പറയുന്നു, നമ്മൾ അതിനുള്ള മറുപടി കൊടുക്കുന്നു. എന്നാണ് ലൈവിന്റെ ഒരു മെയിൻ ഒരു മെയിൻ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ ഫിറോസിക്ക് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബ് നിർത്താൻ കാരണം വേറെ ഒന്നുമല്ല, യൂട്യൂബ് പൂർണ്ണമായി നിർത്തുന്നില്ല, മാസത്തിൽ ഒരു 2 വീഡിയോ അങ്ങനെയൊക്കെ വെച്ചിട്ട് സംഭവം. ഫിറോസിക്ക് ബിസിനസ്സിലോട്ട് ഇറങ്ങാൻ നിൽക്കാനില്ലല്ലേ, അതാണ് ഇപ്പൊ സംഭവം. അപ്പൊ ഞാൻ അതിന്റെ ചെറിയൊരു ഫിറോസിക്ക് ലൈവ് കുറച്ച് ഒരു 30 മിനിറ്റ് ലൈവ് ആണെങ്കിലല്ലേ സംഭവം ഈസി ആയി പോയിട്ട് നല്ല രീതിയിൽ ഫിറോസിക്ക് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ദുബായിലാണ് ദുബായിൽ എന്താണ് പുള്ളിക്കാർ ലൈവ് ഇടുന്നത്. ഇപ്പോ ബിസിനസിന്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫിറോസിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും ഒരു ഷോർട്ട് സെഗ്മെന്റ് ഞാൻ വെക്കാതെ ബാക്കി പറയാം. ഇപ്പൊ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ അല്ലെ റീൽസിലേക്കാണ് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളാണെങ്കിൽ മെയിൻ വീഡിയോ വലിയ വീഡിയോ ചെയ്യുന്ന ആളുകളല്ലേ, വലിയ വീഡിയോ പറഞ്ഞാൽ ഐ മീൻ ലെങ്ത് വീഡിയോ ചെയ്യുന്ന ആളുകളാണ്. അപ്പോ ഇപ്പൊ എല്ലാവരും റീൽസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് റീൽസിലേക്ക് പോകാനാണ്. പക്ഷെ റീൽസിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്താ പറയുക, അത്ര എക്സ്പെൻസ് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യാൻ പറ്റില്ല. കാരണം റീൽസിൽ അത്ര വരുമാനമില്ല. യൂട്യൂബിലാണ് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ അത്യാവശ്യം ആളുകൾ കാണുന്നുണ്ട്, നിങ്ങളുടെ സപ്പോർട്ട് ഇപ്പോഴും ഉണ്ട്. തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ഇനിയും വേണം. അപ്പൊ ഞങ്ങൾ ചെറിയൊരു ചുവടുവെപ്പ് വെച്ചാലോ അതിൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു ബേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ദുബായിലേക്ക് വന്നത്. അപ്പൊ ചെറിയൊരു ബിസിനസ്സിലേക്ക് ഒന്ന് മാറിയാലോ എന്നാണ് ഒരു അഭിപ്രായം. നിങ്ങളുടെ സപ്പോർട്ട് എന്തായിരിക്കും എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ കമന്റ് നോക്കണ്ട, ഒന്ന് കമന്റ് നോക്കണ്ട. ഞാനിവിടെ തിരിച്ച് ഇവിടെ ലൈവിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നാൽ പറയും. അപ്പൊ ബിസിനസ്സിലേക്ക് ഒന്ന് മാറിയാലോ എന്നൊരു ചിന്താഗതി. കംപ്ലീറ്റ് യൂട്യൂബ് നിർത്തുമോ? ഇല്ല, അങ്ങനെ നിർത്തുക. കംപ്ലീറ്റ് യൂട്യൂബ് നിർത്തും, നല്ല വീഡിയോകൾ ചെയ്യാം. ഒരു പ്രതീക്ഷയില്ലോ എന്തൊക്കെ പറയാൻ യൂട്യൂബ് നിർത്തുക എന്നുള്ളതല്ല ശരിക്കും പറഞ്ഞാൽ. യൂട്യൂബ് വീഡിയോ ചെയ്യും, പക്ഷെ യൂട്യൂബിന്റെ വരുമാനം ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പൊ നമുക്കൊരു വരുമാന മാർഗമാണ് യൂട്യൂബ്. അപ്പൊ വരുമാനം ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്താൽ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ളതൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. ഇപ്പൊ എല്ലാവരും നമ്മളിപ്പോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറെ നെഗറ്റീവ് ഒക്കെ വരാറുണ്ട്. ഫുഡ് മേഖല ഞാൻ നോക്കുന്നുണ്ട്, നല്ല ഭക്ഷണം കൊടുക്കാൻ വേണ്ടി. എനിക്കിപ്പോഴും ഒരു തൃപ്തിയല്ല. ഞാൻ ഇത് ഫുഡ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറന്റ് വെച്ച് ചെയ്താൽ എത്രത്തോളം അത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത്. കാരണം ജനങ്ങൾ വൃത്തിക്ക് ചെയ്യണം. ഒന്ന്, മായമില്ലാത്ത ഭക്ഷണം കൊടുക്കണം. രണ്ടാമത്തെ, ആളുകളുടെ ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത ഭക്ഷണം കൊടുക്കണം. നല്ല വൃത്തി ഉണ്ടാകണം, നീറ്റായാലും ക്വാളിറ്റി ഉണ്ടാകണം. ഇതൊക്കെ ഒരു അതാണ്. പിന്നെ ഫുഡ് ഫീൽഡിലേക്ക് നമ്മൾ ഇറങ്ങി കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേ സമയം വളരെ ഇങ്ങോട്ട് രാവിലെ നേരത്തെ ഉണരണം. ഫുഡ് ഫീൽഡിൽ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, നല്ല റിസ്ക്കാണ്. അപ്പൊ എന്തെങ്കിലും ഒരു ബിസിനസ് നമുക്ക് മുന്നോട്ട് പോകണ്ടേ, നമുക്ക് ജീവിതം. മുന്നോട്ട് കുറെ കാലം ഞാൻ പലതും ചെയ്യണമെന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഒന്നും ചെറിയൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് ഞാൻ നോക്കുന്നത്. ഒരു ബ്രാൻഡായിട്ട് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടും നല്ല ബ്രാൻഡായിട്ടും ഉള്ള എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പോലെ. അതിപ്പോ തുണിയാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഐറ്റംസ് ആണെങ്കിലും എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റണം. ഒന്ന്, പിന്നെ അഫോർഡബിൾ ആയിരിക്കണം, ക്വാളിറ്റി കൊടുക്കണം. ഇതൊക്കെ കീപ്പ് ചെയ്താണ് നമ്മുടെ പണി. അതിനൊക്കെയാണ് നമുക്ക് സത്യത്തിൽ ചർച്ച ചെയ്യാൻ ഇറങ്ങിയതാണ്. നമ്മുടെ ഫാമിലി. നമ്മളിപ്പോ ഇത് വിജയിക്കാനും തോൽപ്പിക്കാനും നമ്മുടെ ഫാമിലിയാണ്. വിജയം വേണമെന്നുണ്ടെങ്കിൽ ഒരു സപ്പോർട്ട് തീർച്ചയാണ്. നമ്മൾ സാധനം ഒരു കച്ചവടം തുടങ്ങിയിട്ട് നമ്മൾ കുറച്ച് തുണിയൊക്കെ വാരി കൊണ്ടുവരുന്നത് വാങ്ങാനാണ് വേണ്ടത്. അപ്പൊ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലല്ലേ നമുക്ക്. ഞാൻ എന്തായാലും കമന്റ് ഒക്കെ റീപ്ലൈ തരും കേട്ടോ. കാരണം എന്താ പറയാ, അപ്പൊ അതാണ് കിലാറിനെ കണ്ടില്ലേ ഫിറോസിക്ക. ഞാൻ കുറച്ച് സെഗ്മെന്റ് പ്ലേ ചെയ്തിട്ടുള്ളൂ. എന്നെ സംബന്ധിച്ച് പൂർണ്ണമായിട്ട് വീഡിയോ നിർത്തുന്നില്ല. എന്നാൽ മാസത്തിൽ 2 വീഡിയോ ഒക്കെ വെച്ചിട്ട് ബാക്കി സമയങ്ങളിൽ ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ നമ്മളെ എല്ലാവർക്കും ഇപ്പൊ ഫിറോസിക്ക ഒരു ചോദ്യം ചോദിക്കുന്ന ആൾക്കെടുത്ത് ഞാൻ എന്ത് ബിസിനസ് ചെയ്യുമെന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്ന ഫിറോസിക്ക ഒരു റെസ്റ്റോറന്റ് തുടങ്ങുക, അല്ലെങ്കിൽ ഒരു ഹോട്ടൽ, അങ്ങനത്തെ പരിപാടി. മനസ്സിലായില്ല, റെസ്റ്റോറന്റ് ഹോട്ടൽ ഒന്നും തന്നെയാണ് സംഭവം തുടങ്ങാൻ വേണ്ടിയുള്ള സംഭവം. അല്ലെങ്കിൽ ഫിറോസിക്ക നല്ലൊരു കുക്കാണ്. ഓൾറെഡി പുള്ളിക്കാരൻ ദുബായിൽ ഷെഫായിരുന്നു. അവിടെ നിന്ന് വിട്ടിട്ടാണ് പിന്നെ യൂട്യൂബ് ചാനലിലോട്ട് ഇറങ്ങിയത്. നല്ല രീതിയിൽ വരുമാനം കിട്ടുന്നില്ല. പക്ഷേ ഫിറോസിക്ക് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ഏർണിങ്സ് ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ട് ബിസിനസ് എന്തായാലും ചെയ്യാൻ വേണ്ടി. അപ്പൊ അതുകൊണ്ട് ഓഡിയൻസിനകത്ത് സപ്പോർട്ട് ചോദിക്കാൻ വേണ്ടി വന്നാണ്. ഓഡിയൻസ് എന്ത് പറയും, എന്ത് റെസ്പോൺസ് ചെയ്യുന്നുള്ളത് ചോദിക്കാൻ വേണ്ടിയിട്ട് ഫിറോസിക്ക വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അഭിപ്രായത്തിൽ അതിനാണ് ഇല്ലാതെ എന്നെ സംബന്ധിച്ച് ഫിറോസിക്ക വീഡിയോ പൂർണ്ണമായി നിർത്തരുത് ഒരിക്കലും. എന്താ വെച്ചാൽ പുള്ളിക്കാരന്റെ വീഡിയോസിന് ഒരു ഹ്യൂജ് ഫാൻസ് തന്നെ ഉണ്ട്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഓണത്തിന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ പെരുന്നാൾ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്ന ആൾക്കാരുണ്ട്, ആഴ്ചയാഴ്ച എന്തെങ്കിലും പ്രതീക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളൊക്കെ ആ കൂട്ടത്തിലാണ് കേട്ടോ. എന്നെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഒരു ഓണം ആയി കഴിഞ്ഞാൽ
ഫിറോസിക്ക് എന്ത് ചെയ്യും, എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് പിടിക്കും. എല്ലാ ഓണത്തിനും പുള്ളിക്കാരൻ വെറൈറ്റി എല്ലാം ഓണത്തിന് മാത്രമല്ല, നോർമലി എല്ലാ വീഡിയോസും പുള്ളിക്കാരൻ വെറൈറ്റി ആണ് ഉള്ളത്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തമിഴിൽ വില്ലേജ് കുക്കിംഗ് ചാനൽ ഉണ്ട്, അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ കാണുന്നത് ഇതാണ് വില്ലേജ് ഫുഡ് ചാനൽ എന്ന് പറഞ്ഞിട്ട്. അതാണ് നമ്മൾ ഫിറോസിക്കാന്റെ ചാനലിലാണ്. വേറെ ലെവലാണ്. എന്ന് വെച്ചാൽ ആളുടെ സംസാരവും കുക്കിംഗ് സ്റ്റൈലും ചിലതൊക്കെ പണിപാടാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ചില വീഡിയോസ് കണ്ടിട്ടുണ്ട് വലിയ മറ്റേ പോത്തിനും ഇല്ലതൊക്കെ, ചിലതൊക്കെ നല്ല രീതിയിലും പോകുന്നുണ്ട്. വലിയ പോത്തൊക്കെ ഇറക്കുന്ന സമയത്ത് ചിലതൊന്നും വന്നിട്ടുണ്ടാവില്ല. അത് ഫിറോസൊക്കെ പറയും ചെയ്യും, ചിലത് ബഹുകാരൊക്കെ ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും ചെയ്യും. സംഭവം അത് ഉള്ളതുപോലെ പറയുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ ഫിറോസിക്ക. അതിൽ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും നമ്മളതിൽ ഇതാവുന്നുണ്ട് കേട്ടോ അല്ലെ. അപ്പൊ അതങ്ങനെ. അപ്പൊ അതുകൊണ്ട് നമുക്കും അതേ പറയാനുള്ളൂ, ഫിറോസിക്ക് പൂർണ്ണ വീഡിയോ നിർത്തരുത്, ബിസിനസ്സിലൂടെ ഇറങ്ങിക്കോളൂ. പിന്നെ റെസ്റ്റോറന്റ് പറയുന്നുണ്ട്, പിന്നെ തുണി അങ്ങനത്തെ പരിപാടി. എന്താ വെച്ച് കഴിഞ്ഞാൽ ഫിറോസിക്ക് ഉദ്ദേശിക്കുന്നത് ആൾക്കാർക്ക് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ എന്താ വെച്ചാൽ നോർമലുള്ള ആൾക്കാർക്കും എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് നോക്കുന്നത്. നല്ലതിനാണെങ്കിൽ നമ്മളൊരു ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ അത് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റണം. അല്ലാതെ ഒരു പെർട്ടിക്കുലർ ആൾക്കാർക്ക് മാത്രം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ആയിരിക്കാൻ പറ്റില്ല ഒരിക്കലും. അപ്പൊ നല്ലതിനാണ്. അപ്പൊ ഫിറോസിക്കാരൻ ബിസിനസ് എന്തായാലും നമ്മളും വെയിറ്റ് ചെയ്യുന്നു. ഒരു ക്യൂരിയോസിറ്റി എനിക്കും എന്തായിരിക്കും തുടങ്ങുന്നത്. എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഡിഫറന്റ് ആണ് ഇല്ലല്ലോ എല്ലാവരും വെച്ചിട്ട്. എല്ലാ യൂട്യൂബേഴ്സും വെച്ച് ഡിഫറന്റ് ആണ്, ചിന്തിക്കുന്നത് ഡിഫറന്റ് ആണ്, അല്ലെങ്കിൽ പെരുമാറുന്നത് ഡിഫറന്റ് ആണ്. അതുകൊണ്ട് നമ്മളും പ്രതീക്ഷിക്കുന്നത് എന്തായിരിക്കും സംഭവം എന്നുള്ളത്. എന്നാൽ നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോസ് പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മള്. പിന്നെ ഫിറോസിക്ക് പറയുന്നുണ്ട് കൂടുതൽ ഞാൻ ഷോർട്സിലും റീൽസിലും ഫേസ്ബുക്ക് വീഡിയോസിലും ഇമ്പോർട്ടന്റ് കൊടുക്കാന്ന് പറഞ്ഞിട്ട്. എന്ന് വെച്ചാൽ ആൾക്കാർ കൂടുതൽ ലോങ് വീഡിയോസ് കാണുന്നുണ്ട്, ആൾക്ക് ഫാൻസ് ഉണ്ട്. പക്ഷെ എന്നാലും ആൾക്കാർ സമയമില്ലാതെ ബിസി വേൾഡ് ആണ് ഇല്ലാത്തത്. എല്ലാവരും റീൽസിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ഷോർട്സ് ആണെങ്കിൽ കാണാൻ പറ്റും അതിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ അപ്പൊ എല്ലാവരും ഷോർട്സ് ആണെങ്കിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് നമുക്ക് നോക്കാം. ഷോർട്ട് ആയിട്ടുള്ള സംഭവം വരട്ടെ. ഫിറോസിക്ക് ഇപ്പൊ റീൽ തന്നെയാണ് വെച്ച് കഴിഞ്ഞാൽ റീൽ വരട്ടെ, നമുക്ക് അതും കാണാം. നമ്മൾ എന്തായാലും ഇട്ടേ കാണും റീൽ ഇറങ്ങുക. നമ്മൾ രണ്ടിലും പേജ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഫോളോ ചെയ്തിട്ടുണ്ട്, ആ ബെല്ലൈക്കനൊക്കെ അമർത്തി പൊട്ടിച്ചിട്ടുണ്ട്. അപ്പൊ അത് അങ്ങനെയില്ല. അപ്പൊ ഫിറോസിക്കാന്റെ നമുക്ക് വീഡിയോസിനോട് വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബിസിനസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അതേ പറയുന്നുള്ളൂ. എന്തായാലും എല്ലാം നല്ലതുപോലെ നടക്കട്ടെ, അതേ പറയുന്നുള്ളൂ.